ഹായ് ഹലോ. നമ്മളെ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഒരു മാവിൽ തന്നെ പല രീതിയിലുള്ള മാവിൻ്റെ കൊമ്പുകൾ വെച്ച് പിടിപ്പിച്ച് ഗ്രാഫ്റ്റ് ചെയ്തോ ബഡ് ചെയ്തോ ഒക്കെ പിടിപ്പിച്ച് പലതരത്തിലുള്ള മാങ്ങ ഒരു മാവിൽ തന്നെ കായ്പ്പിച്ചെടുക്കാം എന്നുള്ളത്. അതുപോലെ പല വൃക്ഷങ്ങളിലും അങ്ങനെ ചെയ്യാമെന്നുള്ളത്. അപ്പം നമ്മുടെ വിചാരം അത് അതുപോലെ എക്സ്പെർട്ട് ഉള്ളവർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നാണ്. നിങ്ങൾ ഈ ഒരു മാവ് കണ്ടോ? സാധാരണക്കാർക്കും ഇതിങ്ങനെ ചെയ്തെടുക്കാമെന്നുള്ളതിൻ്റെ തെളിവാണ് ഈ ഞാൻ തന്നെ കേട്ടോ. നിങ്ങളിപ്പോൾ കാണുന്ന ഈ ഞാൻ തന്നെ. കാര്യം ഈ ഒരു മാവിൻ്റെ മുറ്റത്ത് നല്ലതായിട്ട് പടർന്നു വന്ന ഒരു മാവാണ്, ഒരു ബഡ് മാവാണ് കേട്ടോ. ഇപ്പോൾ ഒരു 4-4.5 വർഷം ആയതാണ്. അത് പൂത്തായിരുന്നു, കായ്ക്കുകയും ചെയ്തു. പക്ഷെ ചൂട് കാരണം അത് പോയി. പക്ഷെ ഇതിൽ കണ്ടോ, ഈ താഴത്തെ ശിഖരങ്ങളിലൊക്കെ ഞാൻ ചുമ്മാ ഒന്ന് വെച്ച് പിടിപ്പിച്ചതാണ് കേട്ടോ, പല രീതിയിലുള്ള മാവിൻ്റെ കൊമ്പുകൾ. കാര്യം ഒന്ന് ട്രൈ ചെയ്തതാണ് നമുക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. പക്ഷെങ്കിൽ എല്ലാം വിജയിച്ച് കേട്ടോ, എല്ലാം നല്ല രീതിയിൽ തന്നെ അത് കിളിർത്ത് വന്നു. ഞാൻ പല രീതിയിലുള്ള മാവിൻ്റെ കൊമ്പുകളാണ്, അതിൽ ഈ ഒരു കൊമ്പിൽ ചെയ്തത് മാത്രമേ ഉള്ളൂ ഒന്ന് ഫ്ലോപ്പായി പോയത്. കാര്യം ഇവിടെ വെച്ച് കട്ട് ചെയ്യേണ്ടി, ഞാൻ ആ കട്ട് ചെയ്യാതെ അതിന് അറ്റത്ത് വന്നാണ് ഇങ്ങനെ ബഡ് ചെയ്ത് പിടിപ്പിച്ചിരിക്കുന്നത്. അതിലോട്ട് വേറൊരു മാവിൻ്റെ കൊമ്പ് ഇങ്ങനെ പിടിപ്പിച്ചതാണ്. അത് മാത്രമേ ഉള്ളൂ ഫ്ലോപ്പായി പോയത് കേട്ടോ. നിങ്ങളിതേണ്ട ഈ ഒരു മാവ് കണ്ടോ, ഇതെൻ്റെ ഒരു 2016 ഞാൻ നട്ടുപിടിപ്പിച്ച കൃഷിഭവനിൽ നിന്ന് വാങ്ങിച്ച് പിടിപ്പിച്ച ഒരു തൈയായിരുന്നു. ഇതധികം കളരമായിട്ടില്ല കേട്ടോ, നല്ലപോലെ പടർന്ന് നിൽക്കുകയാണ്. ഇത് മുറ്റത്തിങ്ങനെ നട്ടുപിടിപ്പിച്ചതാണ് കേട്ടോ. അപ്പം നല്ല രീതിയിൽ പടർന്ന് നിന്ന് കാണാനൊരു ഭംഗിയുണ്ടായിരുന്നു. ഇതുവരെ ഇതിലൊരു കായോ പൂവോ വന്നില്ല. ഏതോ ഒരു സമയത്ത് ഒരു പൂ വന്നു, ഒരു കായും ഉണ്ടായി. അത് പക്ഷേ അങ്ങ് പോയി. ആകെപ്പാടെ ഇത്രയും വർഷത്തിനിടയ്ക്ക് അന്ന് മാത്രമേ ഇതിലൊരു പൂവും കായും വന്നിട്ടുള്ളൂ. ഇപ്പം ഞാൻ എന്ത് ചെയ്തെന്നറിയാം, എന്തായാലും പൂക്കുന്നില്ല, ചുവടോടെ വെട്ടിക്കളയാമെന്ന് പലരും പറഞ്ഞപ്പോൾ ഞാൻ ഓർത്തു വേണ്ട എന്ന് കണ്ട് ഞാൻ ഇതിൻ്റെ ഈ രണ്ട് ഇങ്ങനെ പോയിരിക്കുന്ന കവരം ഉണ്ടല്ലോ, ഇതിൻ്റെ രണ്ടിൻ്റെയും അറ്റഭാഗം വെച്ച്, അഗ്രഭാഗം വെച്ച് ഞാൻ വാളും കൊണ്ടങ്ങ് അറുത്തു മാറ്റി. ഇത് കണ്ട ഈ ഒരു മാവിൻ്റെ ആ ചുവട്ടിൽ നിന്ന് 2 ശിഖരമാണ്, അതിന് തേണ്ട ഈ ഭാഗത്തുനിന്ന് ഞാൻ വാള് വെച്ച് അറുത്തു മാറ്റിയതാണ്. എന്തായാലും മുകളിൽ കണ്ടില്ല, മുമ്പേ ഒരു മാവിലെയും ബഡ് പിടിപ്പിച്ച് അത് ശരിയായിരുന്നു. എന്നിട്ട് ഈ ഭാഗത്ത് തൊലി ചെത്തി മാറ്റിയിട്ട് ഞാൻ വേറൊരു മാവിൻ്റെ കൊമ്പൊന്ന് വെച്ച് പിടിപ്പിച്ചതാണ്. അതെന്തായാലും നല്ല രീതിയിൽ കിളിർത്ത് വന്നു കേട്ടോ. ഇതിപ്പം ഞാൻ ഈ ഒരു മാവിൻ്റെ കമ്പ് ഞാൻ 2 ശിഖരം നിർത്തിയിട്ട് ബാക്കി മുഴുവൻ കട്ട് ചെയ്ത് മാറ്റിയതാണ്. ആ ശിഖരം എന്ന് പറഞ്ഞാൽ വാളും കൊണ്ട് അറുത്ത് മാറ്റിയതാണ്. ബാക്കി ഭാഗങ്ങൾ മാത്രമേ നല്ല വണ്ണമുള്ള ഈ 2 തടി മാത്രമായിട്ട് ഇങ്ങനെ നിൽക്കുന്നേ ഉള്ളായിരുന്നു. അപ്പോൾ ഇതിൽ ഞാൻ പല മാവിൻ്റെ കൊമ്പുകൾ ഇങ്ങനെ വെച്ച് പിടിപ്പിച്ചു കേട്ടോ. ഇവിടെ നിന്നൊരു ചെറിയ ശിഖരം വന്നായിരുന്നു ആ കമ്പയിൽ, അത് ഞാൻ ഈ ഭാഗം വെച്ച് ഞാൻ അറുത്ത് മാറ്റിയിട്ട് ഇവിടം കൊണ്ട് ഞാൻ വേറേത് വെച്ച് പിടിപ്പിച്ചു. കണ്ടോ, ഇത് ഞാൻ എവിടെ നിന്നൊരു മാവിൻ്റെ കമ്പ് കിളിർത്ത് കായ്ച്ച മാവിൻ്റെ കമ്പ് കണ്ടാലും ഞാൻ അതിൻ്റെ ചെറിയൊരു ഭാഗം കട്ട് ചെയ്തുകൊണ്ട് വരുമായിരുന്നു കേട്ടോ. എന്നിട്ട് ഇത് നല്ല രീതിയിൽ കണ്ട് ഇത്രയും ശാഖകളൊക്കെ വന്ന് നല്ല രീതിയിൽ തന്നെ ഈ ഒരു കമ്പും അപ്പം കിളിർത്ത് വന്നു. ഇപ്പം ഞാൻ അപ്പുറത്തെ സൈഡിൽ ഒന്ന് പിടിപ്പിച്ചു, ഇവിടെയും പിടിപ്പിച്ചു. പിന്നെ ഇങ്ങോട്ട് വന്നപ്പോൾ വേണ്ടി ഇത് പല തവണയായിട്ട് മുറ്റത്തോട്ട് ഇങ്ങനെ കിളിർത്ത് വന്നതിന് ഞാൻ കട്ട് ചെയ്ത് മാറ്റിയതായിരുന്നു കേട്ടോ. ആ ഭാഗമൊക്കെ ഒന്ന് ഉണങ്ങി. എന്നാൽ ഇവിടെ വെച്ച് ഞാൻ അതൊന്ന് അറുത്ത് മാറ്റിയില്ല, കാര്യം കുറച്ച് കട്ടിയായിരുന്നു, അതുകൊണ്ട് തന്നെ അറുത്ത് മാറ്റിയില്ല. അതിന് വേണ്ടി ഈ ഭാഗത്തോട്ട് അപ്പുറമൊക്കെ ചെറുതായിട്ട് ഞാൻ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പം എപ്പോഴോ ഇതൊരു ശിഖരമായിട്ട് വന്നതാണ് ഈ ഒരു ശിഖരം. കണ്ടോ, ഇതിൻ്റെ അങ്ങേ ഭാഗം വന്നപ്പോൾ ഞാൻ അതും കണ്ടിച്ച് മാറ്റി കേട്ടോ. കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഇവിടെ ഒരെണ്ണം ഗ്രാഫ്റ്റ് ചെയ്ത് നോക്കി, പക്ഷെ അത് ശരിയായില്ല. എന്തോ അത് ഞാൻ വെച്ചതിൻ്റെ കുഴപ്പമായിരിക്കും, അത് ശരിയായില്ല. ബാക്കി ഇത്രയും ഭാഗങ്ങളിൽ ഞാൻ ഓരോരോ മാവിൻ്റെ കൊമ്പുകൾ ഇതുപോലെ ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിച്ചു കേട്ടോ. അതിലങ്ങനെ എങ്ങനെ ടൈറ്റായിട്ട് കെട്ടി വെച്ച് പ്ലാസ്റ്റിക്കൊക്കെ അവിടെ തന്നെ നിൽപ്പുണ്ട്, അത് പോയിട്ടില്ല, കളഞ്ഞിട്ടേ ഇല്ല ഞാൻ. എന്നിട്ട് ഞാൻ എല്ലാം ഇത് വിട്ടു പോകുമോ എന്നൊന്ന് പേടിച്ച് ഞാൻ ഇത്രയും വലിയ ശിഖരമായിട്ട് വന്നപ്പോൾ ഈ വലിയ തടിയിലോട്ട് ഞാനൊന്ന് കെട്ടി വെച്ചിട്ടുമുണ്ട് കേട്ടോ. നല്ല രീതിയിൽ തന്നെ ആ മാവിൻ്റെ എല്ലാ ശിഖരങ്ങളിലും ഞാൻ ഗ്രാഫ്റ്റ് ചെയ്ത് എല്ലാം സക്സസ് ആയി, നല്ല രീതിയിൽ തന്നെ അത് കിളിർത്ത് വരികയും ചെയ്തു കേട്ടോ. അപ്പം നമ്മൾ സാധാരണക്കാർക്കായിട്ടുള്ള ആർക്കും നമുക്കിതുപോലെ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഞാൻ ഇതിൽ പിന്നീട് കിളിർത്ത് വരുന്ന കണ്ടോ, ഇവിടം വെച്ചൊക്കെ കട്ട് ചെയ്താണ്. ചെറിയ ചെറിയ ഇങ്ങനെ കിളിർപ്പ് വരുന്നതൊക്കെ അടത്തി കളയുമായിരുന്നു ആ സമയത്ത്. കാര്യം അത് വന്നാൽ ഈ മാവിൻ്റെ നമ്മൾ വെച്ച് പിടിപ്പിച്ച കമ്പുകൾ ശക്തിയായിട്ട് വാർന്നു വരത്തില്ല. ഇവിടെ നിന്നൊക്കെ കണ്ടില്ലേ ജോയിൻ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. ഇതെല്ലാം അങ്ങനെ നമ്മൾ വെച്ച് പിടിപ്പിച്ച കമ്പുകൾ തന്നെ നല്ല രീതിയിൽ വന്നതാണ് കേട്ടോ. അപ്പം നിങ്ങളിൽ ആർക്കെങ്കിലും ഇതുപോലെ കായ്ക്കാതെ നിൽക്കുന്ന മാവ് ഉണ്ടെന്ന് വരും, നിങ്ങൾക്ക് ഇതുപോലെ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യുന്ന ചെറിയ പീസാണ്. ഞാനിതെൻ്റെ വേറൊരു ചാനലിൽ ഇത് ഞാൻ ആ സമയത്ത് ഞാൻ ഇട്ടിരുന്നു ആ വീഡിയോ എങ്ങനെയാണ് ചെയ്തതെന്നുള്ളത് കേട്ടോ. അപ്പം എനിക്കൊരു
ഞാൻ എന്നും ചുവടോടുകൂടി വെട്ടിക്കളയുന്ന ഒരു മാവായിരുന്നു ഇത്. അടിഭാഗം മുതലേ ഞാൻ കട്ട് ചെയ്ത് കളയും. മുറ്റത്ത് വേറൊരു മാവൂടെ വേണ്ടല്ലോ എന്ന് വെച്ച് അതിങ്ങനെ വീണ്ടും പൊട്ടിക്കിളിർത്ത് വന്നപ്പോൾ ഞാൻ രണ്ട് ഭാഗത്ത് ചെയ്തു, അത് സക്സസ് ആയപ്പോൾ രണ്ട് മാവ് ചെയ്ത് സക്സസ് ആയപ്പോൾ ഇവിടെ മുതൽ കട്ട് ചെയ്തിട്ട് വീണ്ടും ഒരു പീസ് ഞാൻ വെച്ച് പിടിപ്പിച്ചു. ഇവിടെ രണ്ട് ചെറിയ ശീലം ഉണ്ടായിരുന്നു, അതേലും വെച്ച് പിടിപ്പിച്ചു. ഇതെല്ലാം ഓരോരോ വേറെ വേറെ കമ്പുകളാണ് പിടിപ്പിച്ചത് കേട്ടോ. ആ മാവ് എന്തായാലും നല്ല രീതിയിൽ തന്നെ കിളിർത്ത് വന്നപ്പോൾ ഞാൻ ഓർത്തു ഇത് അധികം വർഷം ഇനി ആകുന്നതിന് മുമ്പ് എന്തായാലും കായ്ക്കും. കാര്യം കായ്ച്ചുകൊണ്ടിരിക്കുന്ന മാവിന്റെ കമ്പുകൾ തന്നെയാണ് ഞാൻ വെച്ച് പിടിപ്പിച്ച്. അത് നേരെ ഇവിടെ വരെ വന്നപ്പോൾ അത് അവിടെ നിന്നും കട്ട് ചെയ്ത് ഞാൻ മാറ്റി. അപ്പം വീണ്ടും രണ്ടു മൂന്ന് ശിഖരമായിട്ട് ഇങ്ങനെ വന്നു. അപ്പൊ ഈ രീതിയിൽ ആർക്കും ബഡ്ഡിങ്ങും ഗ്രാഫ്റ്റിങ്ങും ചെയ്യാമെന്നുള്ളതിന്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് കേട്ടോ ഞാൻ. ഇപ്പം നിങ്ങളുടെ വീടുകളിൽ ഇതുപോലെ കായ്ക്കാത്ത മാവുണ്ടെങ്കിൽ നിങ്ങൾ ഇതേപോലെയൊക്കെ ഒന്ന് ചെയ്തു നോക്കുക, തീർച്ചയായിട്ടും വിജയിക്കുന്നതാണ്. ഏത് രീതിയിലാണ് ബഡ്ഡിങ്ങും ഗ്രാഫ്റ്റിങ്ങും ചെയ്യുന്ന പീസുകൾ എങ്ങനെയാണ് മുറിച്ചെടുക്കേണ്ടതെന്നൊക്കെ നമ്മൾ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ കാണാൻ പറ്റുന്നതാണ്. എനിക്കിപ്പം ബഡ് ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു, അല്ലെ ഗ്രാഫ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു. ഞാനിതിപ്പോൾ ചെയ്തിട്ട് ഒരു വർഷം ആയിട്ടില്ല കേട്ടോ. അതിനോടിടയിൽ ആ ഒരു വർഷത്തിനോടിടയിലാണ് ഇത്രയും നല്ല രീതിയിൽ അതിന് വളർച്ച വന്നിരിക്കുന്നത്. അപ്പോൾ സാധാരണക്കാരായിട്ടുള്ള ആർക്കും ഇതേ രീതിയിലൊക്കെ ബഡ്ഡിങ്ങും ഗ്രാഫ്റ്റിങ്ങും ചെയ്യാവുന്നതാണ്. അപ്പം ഞാൻ വീണ്ടും പുതിയ വീഡിയോയുമായിട്ട് എത്തുന്നതായിരിക്കും.